മാവുങ്കൽ കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം വയലിൽ കൃഷിയിറക്കി ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്ത് നാട്ടുകാർ. കൃഷിയെ ലഹരിയായി ഏറ്റെടുത്ത ഇവർ ആവേശത്തോടെ ഞാറുനട്ട് നാട്ടിയുത്സവത്തെ ആഘോഷവുമാക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പോയോള് വെള്ളം കോരി ഇരുന്നടും ചാളോ തേച്ചു അങ്ങനെ വരുന്നോള് കുഞ്ഞി കുമ്പ തന്നിട്ടേ കടകം. കാട്ടുകുളങ്ങരക്കാർ കൂട്ടത്തോടെ പറഞ്ഞു, ലഹരി നമുക്ക് വേണ്ട, കൃഷിയാണ് നമ്മുടെ ലഹരിയെന്ന്. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം വയലിൽ നടത്തിയ നെൽകൃഷിയുടെ ഭാഗമായാണ് പ്രദേശവാസികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ കൂടിയെടുത്തത്. കൃഷിയെ ലഹരിയായി ഏറ്റെടുത്ത ഇവർ ആവേശത്തോടെ ഞാറുനട്ട് നാട്ടിയുത്സവത്തെ ആഘോഷവുമാക്കി. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ ആരാധനാ കേന്ദ്രം മാത്രമല്ല, അത് ഒരു നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ്. ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ദേവസ്ഥാനത്തിൽ നിന്നാണ് ആ നാടിൻ്റെ സംസ്കാരം ഉത്ഭവം കൊള്ളേണ്ടത്. അപ്പോൾ എത്രത്തോളം ആ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ ദേവസ്ഥാനത്തിന് ആ നാടിൻ്റെ പൈതൃകത്തെ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് നമ്മൾ പരസ്പരം പിന്നെ സംവദിക്കുന്നതും ആശയങ്ങൾ കൈമാറുന്നതും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും. നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടാനുണ്ടായ സാഹചര്യം നമ്മൾക്കറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ കൃഷി എന്ന് പറയുന്നത് ലാഭകരമല്ലാത്ത ഒരു പ്രവൃത്തിയാണ്. എന്നിരുന്നാലും നമ്മൾ ദേവസ്ഥാന കമ്മിറ്റികൾ വരുംതോറും വർഷം തോറുമുള്ള ദേവസ്ഥാന കമ്മിറ്റികൾ ഇത്തരത്തിലുള്ള കൃഷികൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ജീവൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കൂട്ടായ്മകളില്ലെങ്കിൽ നമ്മളില്ല, ക്ഷേത്രങ്ങളില്ല, ദേവസ്ഥാനങ്ങളില്ല. അപ്പോൾ നമ്മൾക്കറിയാം, ലഹരി എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ വിപത്താണ്. ആ സാമൂഹ്യ വിപത്ത് നമ്മുടെ നാടിനെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളെയൊക്കെ അവരുടെ ഭാവിയൊക്കെ തല്ലിക്കെടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്നല്ല എല്ലാ നാട്ടിലും സംജാതമാണ്. അത്തരം വേളയിലാണ് നമ്മളെ ഇതുപോലുള്ള ലഹരിയല്ല, കൃഷിയാണ് ലഹരി എന്ന ഈ പൊതുപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 100-ൽ പരം ആളുകളാണ് കൃഷിയുടെ ആരംഭത്തിനായും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ആഹ്വാനത്തിലുമായി വയലിൽ അണിചേർന്നത്. ക്ഷേത്രേശ്വരന്മാരുടെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ നാട്ടിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഞ്ജന സുധീഷ് ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സാമൂഹികവും വ്യക്തിപരവുമായ ആരോഗ്യത്തിനും പുരോഗതിക്കും വലിയ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും അതിന്റെ വിപത്തുകളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും. ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് വസന്തകുമാർ കാട്ടുകുളങ്ങര, ജനറൽ സെക്രട്ടറി പി വി നവനീത്, നവീകരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കൃഷിയിടത്തിൽ തന്നെ വലിയൊരു ജനവിഭാഗത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ട് ലഹരി ഇല്ലാതാവോ? ഒരുപക്ഷെ നമ്മൾ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും പ്രതിജ്ഞ ചൊല്ലി, രാവിലെ പ്രതിജ്ഞ ചൊല്ലി, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വീണ്ടും പ്രതിജ്ഞ ചൊല്ലിയവർ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടേക്കാം. നമ്മൾ തന്നെ അത് നാളെ നമ്മൾ തന്നെ പറയും, നമ്മളല്ലോ ഇന്നലെ എല്ലാവരും പ്രതിജ്ഞ ചൊല്ലിയത്, നമ്മൾ തന്നെ പ്രതിജ്ഞ അവരതാണെന്ന് അങ്ങനെ ഇവരതാണെന്ന് ആ ഒരു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, എത്രത്തോളം ഇതിന് പ്രചരണം നമ്മൾ കൊടുക്കുന്നുവോ അതിനനുസരിച്ച് ഓരോ വർഷവും കൂടുതലായിട്ട് ആൾക്കാർ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്ര ഇത് കൊടുത്താലും എന്തുകൊണ്ടാണത്? ഇവിടെ ഏകദേശം നമ്മളെ കുടുംബനാഥന്മാരും അല്ലെങ്കിൽ അമ്മപ്പെങ്ങന്മാരും ഒക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അവരുടെ വീട്ടുകളിൽ അവരുടെ മക്കൾക്ക് അവരുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. മാതൃസമിതിയുടെയും വിവിധ ഉപസമിതികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് നെൽകൃഷി നടത്തുന്നത്. ദേവസ്ഥാനത്തെ അടിയന്തരാദികൾക്ക് ആവശ്യമായ നെല്ലും മഞ്ഞളും വർഷങ്ങളായി
ഇവർ ഈ പ്രദേശത്ത് വെച്ച് തന്നെ വിളയിച്ചു വരാറാണ് പതിവ്. അത് കൈവെടിയാതെ കാത്തുനിർത്തി പോരുന്നതിനായാണ് ഇവർ ഇത്തവണ ലഹരിയെ പിടികെടുത്താനുള്ള തീരുമാനം കൂടിയെടുത്ത് കൃഷിക്കായി പാടത്തിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.